പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നു. സന്തോഷമായിരിക്കുന്നുവോ? സജന സിസ്റ്റർ എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി. എന്റെ പേര് സഞ്ജന ജേക്കബ് എന്നാണ്. എനിക്ക് 9 വയസ്സുള്ള ഒരു മകനുണ്ട്. അവന്റെ പേര് ജോൺസി പി ജേക്കബ്. പിന്നെ നമ്മുടെ പെന്തകോസിന്റെ ഈറ്റിലുമായ റാണിയിൽ നിന്നാണ് എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോയത്. പേര് ജേക്കബ് ഫിലിപ്പ് എന്നാണ്. പാസ്റ്ററാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ IPC മിസ്പ ഹൗസ് ഓഫ് പ്രേയർ ചർച്ചിൽ ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തില് കർത്താവ് വിടുവിച്ച ഒരു വലിയ വിടുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയെ ദൈവം ഇത്രത്തോളം ബലത്തോടെ ഇരുത്തുന്നല്ലോ. കർത്താവിന്റെ ദാസിയുടെ ആ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ദൈവസന്നിധിയില് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസി സഞ്ജന ജേക്കബുമായി ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാനും കർത്താവെ, പ്രിയ കർത്താവിന്റെ ദാസിയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഹല്ലേലൂയ പങ്കുവയ്ക്കേണ്ടതിന് ഹല്ലേലൂയ കർത്താവോടുന്ന് ശേഷിപ്പിച്ചു കൊണ്ടുവന്ന എല്ലാ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്ന സാക്ഷ്യമനേകരുടെ ജീവിതത്തിൽ കൂടുതലും ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദേവദാസി ഇതിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്തായിട്ട് ഹൃദയത്തിന്റെ ആത്മാവിനെ ഇരിക്കുന്ന പോലെ. ദൈവനാമത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. ഓക്കെ, സഞ്ജന ജേക്കബ് എന്നാണ് എന്റെ പേര്. ആന്റി ജോയ്സ് ആന്റിയോട് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ വന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ ജോയ്സ് ടിവിയുടെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തെ വന്ദനം അറിയിച്ചുകൊണ്ടും ലോകത്തിന്റെ നാനാ ഭാഗത്ത് എന്നെ ശ്രവിക്കുന്ന, എന്നെ കാണുന്ന എല്ലാവർക്കും ദൈവനാമത്തിന്റെ വന്ദനത്തെയും അതുപോലെ അല്പയും ഉപയോഗിക്കുകയും വഴി സത്യം ജീവനുമായ യേശുക്രിസ്തുവിനെ മുഴുവൻ മഹത്വവും നന്ദിയും കരയറ്റിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അതെ, മരിക്കയില്ല. സംഗീതക്കാരൻ പറഞ്ഞതുപോലെ മരിക്കയില്ല, ഞാൻ ജീവനോടെ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് സംഗീതക്കാരൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ജീവനോടെ എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവനാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. Thank you Jesus. Hallelujah. Praise God. ഒരു മഹത്വമാണ് എന്റെ യേശുവിനെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് തന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു വാചകം ഞാൻ ഹല്ലേലൂയ ദൈവനാമത്തിൽ ഹല്ലേലൂയ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് ഈ ബൈബിളിലെ ഒരു വാക്യമാണ്. മാത്യു 7:14. മത്തായി 7-ാം അധ്യായം 14-ാം വാക്യം. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ കിടക്കും, വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. അതിന് തൊട്ടു താഴെയുള്ളത് നാശകരമായി ഉള്ള നാശത്തിലേക്ക് പോകുന്ന ഒരു വഴിയെ കുറിച്ചും വാതിലിനെ കുറിച്ചും അവിടെ കാണിക്കുന്നു. അതിൽ പോകുന്നവർ അനേകരെന്ന് കാണിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതെ, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, അതിന്റെ നാൾ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഞാൻ വളരെ സത്യം പറഞ്ഞാൽ തെയ്യങ്ങളും യക്ഷഗാനങ്ങളും ഒപ്പനപ്പാട്ടുകളും ഭക്തിധ്വനികളും ഒഴുകുന്ന ഒരു കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഒരു ജില്ലയായ, ക്രിസ്ത്യാനികൾ വളരെ വിരളമായ, അതുപോലെ സുവിശേഷ വിരോധികൾ ഏറ്റവും അധികമുള്ള ഒരു ജില്ലയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കാസർഗോഡ് എന്നാണ് ആ ജില്ലയുടെ പേര്. ഹല്ലേലൂയ സ്തോത്രം. പപ്പ ട്രിവാൻഡ്രത്ത് ട്രാൻസ്ഫർ ആയിട്ട് പപ്പ സെൻട്രൽ പ്ലാന്റേഷൻ പ്രൊഫസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കാസർഗോഡേക്ക് പോകാനായിട്ട് വന്നത്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാനിടവായത്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ മമ്മി ഷോപ്പി ഹല്ലേലൂയ എന്നാണ് പേര്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയാണ് ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് ഞാൻ
പഠിച്ചത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് എന്റെ പാരന്റ്സുമായിട്ടോ എന്റെ റിലേറ്റീവ്സുമായിട്ടോ ഒന്നും ഒരു കണക്ട് ചെയ്യാനോ അവരിലൊക്കെ ഒരുപാട് അകന്നാണ്. അത് എല്ലാവർക്കും പറയാം, ജവഹർ നവോദയ വിദ്യാലയം എന്ന് പറയുന്നത് ബോർഡിംഗ് സ്കൂളാണ്. അപ്പോൾ അവരുമായിട്ടൊന്നും ഒരു ടച്ചും ഇല്ലാതെയാണ് ഞാൻ ജീവിച്ച് വളർന്നത്. സത്യത പറഞ്ഞാൽ എനിക്ക് എന്റെ പ്രയാസങ്ങൾ, എന്റെ ആ ഏകാന്തതയുടെ സമയങ്ങളിലൊക്കെ എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്റെ യേശുക്രിസ്തു മാത്രമായിരുന്നു ആ കാലയളവിൽ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു വലിയൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഹല്ലേലൂയ സ്തോത്രം ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട് തന്നെ എന്റെ അപ്പനുമായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ജീവിച്ചു വരുന്ന ആ കാല സമയങ്ങളിലെല്ലാം അപ്പൻ ഒരുപാട് വെളിപ്പാടുകൾ ഹല്ലേലൂയ സ്തോത്രം ഈ സ്വപ്നങ്ങളിലൂടെയുള്ള പല കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരാറുണ്ട്. അതുപോലെ അനേക ദേവദാസന്മാർ ദേവദാസിമാർ ഹല്ലേലൂയ സ്തോത്രം അനേക വാക്തത്വങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രത്യേകിച്ച് ചർച്ചിലോ ഒന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. കാരണം ബോർഡിംഗ് സ്കൂളാണ്, ഞങ്ങൾക്ക് സൺഡേ ഒന്നും ചേർച്ച് പോകാൻ പറ്റത്തില്ല. അങ്ങനെ സാഹചര്യത്തിലാണ് ഞാൻ വളർന്നുകൊണ്ടിരുന്നത്. അതെ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നേരത്തെ വായിച്ചതുപോലെ ജീവനിലേക്ക് പോകുന്ന വാതിൽ, അതിലൂടെ കടക്കണമെങ്കിൽ അനവധി പരീക്ഷകൾ പരിശോധനകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നമ്മൾ വചനത്തിലൂടെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അനേകം ഏതൊരു വ്യക്തിയെ ബൈബിളിലെ ഏതൊരു കാര്യത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം അവർ കടന്നുപോയ പരീക്ഷകൾ പരിശോധനകൾ നമ്മൾക്ക് വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. യോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ദർശനമുള്ള യോസഫ് കടന്നുപോയ ആ തീച്ചൂടെ അനുഭവങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ 2 കൊരിന്ത്യർ പൗലോസ് ആ കടന്നുപോയ ഹല്ലേലൂയ സ്തോത്രം പലവിധ പരീക്ഷകളെ കുറിച്ച് വാക്യങ്ങളിലൂടെ വ്യക്തമായി വിവരിച്ച് കാണപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നദികളിലാൽ ആപത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ കള്ളന്മാരാൽ ആപത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്വജനത്താൽ ജാതികളാൽ ആപത്ത്. പിന്നീട് ആ പൗലോസ് എന്ന് പറയുന്ന പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, പ്രയാസം, പട്ടിണി, ഉറക്കമളിപ്പ്, അങ്ങനെ ഒരു അനവധി പ്രതികൂല പ്രയാസങ്ങളിലൂടെ കടന്നുപോയ പരീക്ഷകളിലൂടെ കടന്നുപോയ പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വചനത്തിലൂടെ നമുക്ക് വായിച്ച മോസസിന്റെ ലൈഫിലാണെങ്കിൽ ഒരു ട്രെയിനിങ് പീരീഡ് 40 days ആ ഒരു മരുഭൂമിയിലെ ഒരു ട്രെയിനിങ് പീരീഡ് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ആ ട്രെയിനിങ് പീരീഡ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും വചനത്തിൽ വായിക്കുമ്പോൾ വക്തത്വമുള്ളവന്റെ ജീവിതത്തിലേക്ക് പല പരീക്ഷകൾ കടന്നു പോകുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അത് യേശുവിന്റെ തന്നെ വചനത്തിൽ വായിക്കുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ കാര്യം താൻ പരീക്ഷിതരായി എന്ന് സ്വന്തം അങ്ങനെ ഒരു പരീക്ഷയുടെ പരീക്ഷിക്കപ്പെട്ട പലവിധ സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ വിവരിക്കുമ്പോൾ ജെയിംസ് ചാപ്റ്റർ 1 verse 12 പറയുന്നു, യാക്കോബ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വക്തത്വം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. അതെ ഹല്ലേലൂയ സ്തോത്രം. എന്റെ ജീവിതം ഞാൻ പരീക്ഷ എന്ന് വിളിക്കുന്നില്ല, അത് ഭാഗ്യാവസ്ഥ. അതെ കൊള്ളാവുന്ന തെളിഞ്ഞ ശേഷം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു ഭാഗ്യാവസ്ഥയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന ചില ഹല്ലേലൂയ എന്റെ ദൈവം കടത്തി വിട്ടുപോയ ചില ഭാഗ്യാവസ്ഥയെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിവരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ജോലിയുടെ കാര്യത്തിലാണ് ബാംഗ്ലൂർ പട്ടണത്തിൽ കടന്നു വന്നത്. HP ഹ്യൂലറ്റ് പാക്കേഡ് IT കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് എന്റെ ശരീരത്തിൽ ചില അസ്വസ്ഥതകൾ കടന്നു വന്നു. ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തപ്പോൾ മനസ്സിലായി എന്റെ ബ്രെയിനിലെ മാസ്റ്റർ ഗ്ലാൻഡ് ഇരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ട്യൂമർ ആണെന്ന് അവർ പറയാനിട വന്നു. സർജറി ചെയ്യണമെന്ന് പറയപ്പെടാൻ വന്നു. അല്ലെങ്കിൽ സ്വന്തം പെട്ടെന്ന് എന്റെ ശരീരമൊക്കെ വല്ലാതെ ഈ മാസ്റ്റർ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡ് ആയതുകൊണ്ട് പലവിധ ഹോർമോൺ വ്യതിയാനങ്ങൾ എന്റെ ശരീരത്തിലുണ്ടായി. പെട്ടെന്ന് എന്റെ ശരീരം ഒരു പൈപ്സ് ആയിട്ട് ഇങ്ങനെ വീർത്തു വരുവാൻ ഇങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച ചുറ്റുപോലെ ബ്ലർ ആവുന്ന ഒരു അവസ്ഥ, അത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഈ പല വിധത്തിലുള്ള ഹോർമോൺ പ്രൊലാക്റ്റിനോമ എന്നുള്ളത് അത് വളരെ ഹൈ ആയി മിൽക്ക് സെക്രീഷൻ ഹോർമോൺ ആണ്. പ്രൊലാക്റ്റിനോമ വിവാഹത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇതൊക്കെ വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടത്തി വിട്ടപ്പോൾ പലരും എന്നെ അവസാനമായി കാണാത്ത രീതിയിൽ കാണുവാൻ വന്നപ്പോൾ ജീവിതത്തിൽ കാര്യമുണ്ട്. പ്രാണനെ തുടരുന്ന വ്യവസ്ഥയിലാണ് യോബിനെ പരീക്ഷിക്കുവാൻ പരീക്ഷ അനുവദിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ വിശ്വസിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പലതും എന്റെ ശരീരത്തിൽ സംഭവിക്കുമെങ്കിൽ എനിക്കറിയാം എന്റെ അപ്പൻ എന്റെ പ്രാണനെ തൊടുവാൻ പിശാചിനെ അനുവദിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്രകാരം ഹല്ലേലൂയ സ്തോത്രം.
പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ സർജറി പോലും ചെയ്യാതെ അത്ഭുതകരമായി ഹല്ലേലൂയ രോഗസൗഖ്യം തരുവാൻ എന്റെ ദൈവത്തിന് സാധിച്ചു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ ഒരു പ്രോബ്ലവും ഇല്ലാതെ അതിൽ നിന്ന് റാഫയായ ദൈവം പിടിവിക്കാനായിട്ട് വന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ പരിചരിക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ഇരുന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ചില സിസ്സുകൾ ഉണ്ടായി, തലകറങ്ങി വേണം HP ഓഫീസിൽ നിന്ന്. അപ്പോഴാണ് ഹല്ലേലൂയ അവരെടുത്ത് കൊണ്ടുപോയി മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവരെ ഡയഗ്നോസ് ചെയ്തപ്പോൾ മനസ്സിലായി എന്റെ ഹാർട്ട് പ്രോബ്ലം ആണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അതിന് ഒറ്റ പേസ് മേക്കർ അല്ല, 2 പേസ് മേക്കർ, ഡ്യുവൽ പേസ് മേക്കർ വെക്കണമെന്ന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യാനായിട്ട് 2 ഹോസ്പിറ്റലിൽ പോയി. നാരായണ ഹൃദയ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. അവിടെയും കടന്നു പോയപ്പോഴും അത് തന്നെയാണ് അറിവാനായിട്ട് വന്നത്. ഹല്ലേലൂയ സ്തോത്രം. അനേക വാഗ്ദത്തങ്ങൾ എന്നെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. സുവിശേഷകരെ ഉപയോഗിക്കുമെന്ന് എന്റെ സഹോദരി പറഞ്ഞു. ഒരു പേസ് മേക്കറുമായിട്ടുള്ള ഹൃദയവുമായിട്ട് ചിരിക്കേണ്ടവരല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാവുന്നത്. ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ ഹല്ലേലൂയ ഡോക്ടർമാർ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യാൻ പാടില്ല, സ്റ്റെപ്പ് കയറാൻ പാടില്ല, സാധനങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഹാർട്ടിന്റെ പ്രോബ്ലം ആണല്ലോ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ഇന്നും ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്ത് പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞോ? ഹല്ലേലൂയ സ്തോത്രം. ഒറ്റ പേസ് മേക്കർ വെക്കാതെ 2 പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞെടുത്ത് ഒരു പേസ് മേക്കർ പോലും വെക്കാതെ ഹല്ലേലൂയ ദൈവം മുമ്പിൽ ഹല്ലേലൂയ ദൈവം തന്ന ഹൃദയമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ, സാക്ഷിയായിരിക്കുവാൻ ദൈവം എന്നെ ഹല്ലേലൂയ നിർത്തുന്നതൊക്കെ എന്റെ കഴിവുകളെല്ലാം എടുക്കല്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അത്ഭുതം ചെയ്യുവാൻ ഇടവന്നു. ഹല്ലേലൂയ സ്തോത്രം. അതെ, പരീക്ഷ ശ്രദ്ധിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ പേസ് മേക്കർ വെക്കാതെ ഹല്ലേലൂയ സ്തോത്രം ഇന്നും ഹല്ലേലൂയ അത്ഭുതകരമായി ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഡ്രൈവ് ചെയ്ത് കാർ ഡ്രൈവ് ചെയ്ത് പാലക്കാട് വരെ ഞാൻ പോയിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിടയ്ക്ക് ഹല്ലേലൂയ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ചിലപ്പോൾ ലിഫ്റ്റ് ചിലപ്പോൾ ഫംഗ്ഷൻ ചെയ്യാൻ സമയത്ത് സ്റ്റെപ്പ് കയറി 3ാം നിലയിൽ കയറിയിട്ടുണ്ട്. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ ഒരു പ്രയാസവും ഉണ്ടായില്ല. അപ്പോഴൊക്കെ ഞാൻ പറയുന്ന വാക്കുണ്ട്, ഉറക്കെ പറയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറച്ച് പറയുമ്പോൾ എന്തോ ഒരു ശക്തി വ്യാപരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവനെ സഹായിച്ചു. ഇന്നും ഒരു പ്രയാസവുമില്ലാതെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നത് ഒത്തിരി. അപ്പന് മനവും ഹല്ലേലൂയ മഹത്വം അപ്പന് സ്തുതിയും അപ്പന് സമർപ്പിക്കുകയാണ് ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കാര്യമില്ല ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നിങ്ങൾ എന്നെ ഹല്ലേലൂയ സ്തോത്രം ജോസ്ഫിയിൽ കാണുന്നത് ഒരു വലിയ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുവാനാണ്. ഹല്ലേലൂയ സ്തോത്രം. പലരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ സ്തോത്രം. പല ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഹല്ലേലൂയ ഒരിക്കൽ കൂടി ഹല്ലേലൂയ സ്തോത്രം ഈ ജോയ്സ് ടിവിയിലൂടെ എനിക്ക് തന്ന ഈ അവസരത്തിൽ ഞാൻ സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ഒക്ടോബർ 18 എന്റെ ജീവിതത്തിൽ ഒരു ഹോറേബായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹോറേബ് എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ ഞാൻ പറയാൻ കാരണം ഒക്ടോബർ 22-ാണ് 2022 ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഒരു ഹോറേബ് എന്റെ ലൈഫിൽ വെളിപ്പെടുമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് അപ്പൊ ഹോറേബ് എന്ന വേർഡ്. ഞാൻ അതിനെ കുറിച്ച് ഒത്തിരി ചിന്തിച്ചപ്പോൾ ഹോറേബ് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. മോസസിന്റെ ലൈഫിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഹോറേബിൽ നിന്നാണ്. അതുപോലെ ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ വരുമെന്ന് മനസ്സിലായി. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാന്ന് എന്റെ ലൈഫിൽ ഒരു ഹോറേബ് വെളിപ്പെടണമേ, ഹോറേബ് വെളിപ്പെടണമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. 2023 ഒക്ടോബർ 18 ഹല്ലേലൂയ ഹല്ലേലൂയ. സോ എന്റെ ലൈഫിൽ ഒരു ഹോറേബ് ആയിരുന്നു. അത് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒക്ടോബർ മാസങ്ങളിലെ ആദ്യ ദിവസങ്ങളിലൊക്കെ വല്ലാത്ത സുവിശേഷ വിരോധികളാൽ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തിൽ ഒരു പൈതലിനെ കൊണ്ടുവന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കടന്നുപോയ ദിവസങ്ങളായിരുന്നു. ആ സമയത്ത് അവർ എന്നെ നോക്കി വെല്ലുവിളിച്ചു 3 മാസത്തിനകം ഞാൻ ഈ ലോകത്തിന് മാറ്റപ്പെടുമെന്ന് അവർ പറയുവാനുണ്ടായി. എന്നിരുന്നാലും ഞാനത് വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ പോകുമ്പോഴാണ് ദൈവാത്മാവ് സ്വപ്നം എനിക്ക് കാണിച്ചത്. ഹല്ലേലൂയ. 3 സ്വപ്നങ്ങളോട് അപ്പൻ എന്നോട് ഇടപെട്ടു. ഹല്ലേലൂയ. അപ്പോസ്തലൻ ഞാൻ കണ്ടത് ഹല്ലേലൂയ ഒരു കൈ വന്ന് എന്റെ കഴുത്തിനോട് ഇങ്ങനെ അടുത്ത് വന്നിട്ട് കഴുത്ത് ഇങ്ങനെ നിൽക്കുവാൻ വന്ന് പെട്ടെന്ന് ആ കൈ തിരിച്ചെടുക്കുന്നു.
മാറിപ്പോകുമ്പോൾ ഞാൻ എന്റെ പേപ്പർ മാത്രം ഇങ്ങനെ ഒരുപാട് മുമ്പിലും കിടക്കുന്നു. എഴുതിയ പേപ്പർ കാണാം, പിന്നെ എഴുതിക്കൊണ്ടിരുന്ന് ഇങ്ങനെ കസേരയിലൊക്കെ താഴോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് ഞാൻ ഇങ്ങനെ എക്സാം എല്ലാം എഴുതിയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ എക്സാം എഴുതിയാണ്. എക്സാമിനെ നോക്കുമ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ എഴുതിക്കോന്ന് കാണിക്കുന്നു. ഇങ്ങനെ ഞാൻ കാണുന്നു. മൂന്നാമത് ഞാൻ കാണുന്ന സ്വപ്നം ഫോട്ടോ കത്തുന്നതായിട്ടാണ്. ഇങ്ങനെ 3 സ്വപ്നം ഞാൻ കാണുവാൻ ഇടവന്നു. ഒക്ടോബർ 17-ാം തീയതി പാലക്കാട് നെന്മാരയിലെ ബത്ലഹേം ചേർച്ചിലെ ഒരു പാസ്റ്റർ ആയിരിക്കുന്ന സനോജ് പി എച്ച് ദേവദാസൻ എന്തോ ഒരു വിഷയത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ വിഷയം കയറി വരികയും എന്റെ ബ്രദറിനെ വിളിച്ച് വോയിച്ചിടുന്നു. ഇങ്ങനെ ഒരു സംഭവം സുവിശേഷ വിരോധികളാൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പെട്ടെന്ന് എന്റെ ബ്രദറിനെ അറിയിക്കുവാൻ ഇടവന്നു. ആ ബ്രദർ അപ്പോൾ വിളിച്ച് രാത്രി ആയതുകൊണ്ട് രാവിലെ ചേച്ചിയെ വിളിച്ച് ഈ കാര്യം അറിയിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും എന്റെ ജീവിതത്തിലെ ഓറം നടന്നു കഴിഞ്ഞിരുന്നു. അതെ, ഒക്ടോബർ 18 LPG ആക്സിഡന്റ്. പതിവ് പോലെ ഒക്ടോബർ 18-ാം തീയതി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ കത്തിച്ചു സ്റ്റൗ. കത്തിച്ചത് സ്റ്റൗ ആണെങ്കിലും ദൈവമക്കളെ കത്തിയത് ഈ കിച്ചന്റെ തൊട്ടടുത്ത് ഉള്ള ബാൽക്കണിയിലെ സിലിണ്ടറാണ്. എന്താണ് നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. സിലിണ്ടറിൽ നിന്ന് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം എന്താ മനസ്സിലാവാതെ ആ നോബ് ഒന്ന് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ബാൽക്കണിയിലോട്ട് കാലെടുത്ത് വെച്ചതും ഞാൻ ആ തീയിൽ ആരിക്കത്തുന്ന തീയിൽ ആ തീ എന്റെ ദേഹത്തൊക്കെ മൊത്തമായി പടരുകയാണ്. എന്താ സംഭവിക്കുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്നിരുന്നാലും ആ സമയത്ത് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായി ഞാൻ ഓർക്കുന്നു. ഒന്ന് പറഞ്ഞ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, യേശുപ്പച്ച ഇച്ചായ ചർച്ചിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് യേശുപ്പച്ച ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞു ലവ് യു ജീസസ് എന്ന് പറഞ്ഞു. മൂന്നാമതായി ഞാൻ പറഞ്ഞു യേശുപ്പച്ച ഞാൻ മരിച്ചാൽ അപ്പനെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി ഹോളിന്ന് വീട് വെളിയിലോട്ട് ഓടിയപ്പോഴേക്കും വയറ് വരെ കത്തിയിരുന്ന സ്വത്രം ഈ വസ്ത്രം അവിടെ നിന്ന് കരിഞ്ഞ് മുകളിലോട്ട് കത്താതെ കരിഞ്ഞ് താഴെ വീഴുവാൻ ഇടവന്നു. ഞാൻ നോക്കുമ്പോ എന്റെ കാലിലെ ചെരുപ്പ് അതിലിട്ടിരിക്കുന്ന ചെരുപ്പ് മൊത്തമായ ഒരു കരിഞ്ഞ അവസ്ഥ, കാലിൽ കിടന്നതിന് കത്തി കരിഞ്ഞിട്ടുണ്ട്. സ്വത്ത് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ബാൽക്കണിയിൽ തീയാളി കത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ 2 സിലിണ്ടറുണ്ട്, തീയാളി കൊണ്ടിരിക്കുകയാണ്. അപ്പാർട്ട്മെന്റിൽ പലരും മരിച്ചു പോകുമെന്ന് പെട്ടെന്ന് ഞാൻ ഓർത്തു. ഞാൻ തിരിച്ച് ഓടി ഒരു അരമണിക്കൂറിലധികം നിന്നുകൊണ്ട് കിച്ചണിൽ വെള്ളം എടുത്തോണ്ട് ബാൽക്കണിയിൽ ഒഴിച്ച് സ്വന്തം മൊത്തം തീ കെടുത്തുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. സ്വന്തം പലരും എന്നോട് ചോദിച്ചു എങ്ങനെ സാധിച്ചു എന്ന്. ഇന്ത്യൻ ഓഫീസേഴ്സ് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇച്ചാനോട്, എങ്ങനെ ഈ കരിഞ്ഞ അവസ്ഥയിൽ നിന്നും അരമണിക്കൂർ ഫൈറ്റ് ചെയ്തുകൊണ്ട് തീ കെടുത്തുവാൻ സഹായിച്ചു എന്ന്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അപ്പനാ പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ചില സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ ലൈഫില്, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരുമില്ല, നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയം ഉണ്ടാവും. ഇച്ചാനുണ്ടായിരുന്നു, ആരുമില്ല, സഹായിക്കാൻ ആരെങ്കിലും ഇല്ലാത്തൊരു സാഹചര്യം ഇതുപോലെ ഉണ്ടാവും. പക്ഷേ ഞാൻ പാനിക് ആയില്ല, തലകറങ്ങി വീഴില്ല, ഒന്നും ആയില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയാം എന്റെ യേശുപ്പച്ചൻ എന്റെ കൂടെയുണ്ട്. എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം, ഇത്രയും കത്തുമ്പോൾ എന്തേ പാനിക് ആവാത്തത്, തലകറങ്ങി വീഴാത്തത്, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ബലപ്പെടുത്തി പാനിക് ആവാനോ തലകറങ്ങി വീഴാനോ അനുവദിക്കാതെ മൊത്തം അപ്പാർട്ട്മെന്റിലെ ആൾക്കാരെ രക്ഷിക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ സ്വന്തം ശ്രദ്ധിക്കുന്നു. എന്റെ കൈവെള്ളം എടുക്കല്ല. അപ്പം പറഞ്ഞു വാക്കാനും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്വത്രം എന്നെ ശ്രമിക്കുന്ന എന്നെ വീക്ഷിക്കുന്ന പലയിടത്തും കാണുന്ന എല്ലാവരുമായി പറയട്ടെ, നിങ്ങളുടെയൊക്കെ സാഹചര്യങ്ങളൊന്നും ഉറക്കെ ഏത് സാഹചര്യം പെട്ടെന്ന് ആരുമില്ലാത്ത സാഹചര്യം കടന്നു വരുമ്പോഴും പാനിക്കേണ്ട ആവശ്യമില്ല, പാനിക്കാവേണ്ട ആവശ്യമില്ല. അതപ്പോഴും വിശ്വസിക്കുക, മുറുകെ പിടിക്കുക. ആ സമയത്ത് നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക, അപ്പം വിടിവിക്കുന്നതായിരിക്കും. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പലരും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. പലരും ഫ്രണ്ട്സ് പറയാറുണ്ട്, ഞാൻ എന്നും കൂടെ ഉണ്ടാവും. നമ്മുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പക്ഷെ നമ്മളൊക്കെ ചിലരൊക്കെ പണം വിളിച്ച് പറയാറുണ്ട്, എന്റെ സാഹചര്യം
കൂടെയുണ്ടെന്ന് പറഞ്ഞ് കൂടിയില്ല. അങ്ങനെ ദുഃഖിക്കുന്ന പ്രയാസപ്പെടുന്ന വേളയിൽ ഒന്നേ പറയാനുള്ളൂ, മനുഷ്യരൊക്കെ പലതും പറയും, അവരൊക്കെ മാറിപ്പോവും, എന്നാലും കൂടെ ഉണ്ടാവും പറഞ്ഞ് അപ്പം മാത്രമേ കൂടെ ഉണ്ട്. അപ്പനെ വിശ്വസിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതേ ദൈവമക്കളെ, അത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഞാൻ തന്നെ പോയി കബോർഡിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഇട്ട് പുറത്തേക്ക് വന്നപ്പോഴും കിട്ടാൻ കിടന്നു വന്നു. പിന്നീട് സ്തോത്രം പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കടന്നു പോകാനിട വന്നു. ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയ ശേഷം അവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റലായിട്ട് ആൾക്കാരെല്ലാം കയറി വരുന്നുണ്ടായിരുന്നു. അവിടെ വന്നവരൊക്കെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്റർ വളരെ കൂളായിരുന്നെന്ന്. മൊത്തം കവർ ചെയ്ത ഒരു അവസ്ഥയിലായിരുന്നു. സഹിക്കാവുന്നപ്പുറം വേദന ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എന്റെ മുമ്പിൽ കരഞ്ഞ് ഇരുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരുന്നവരോട് ഞാൻ വളരെ പ്രാഗൽഭ്യത്തോട് പ്രത്യാശയോട് പറഞ്ഞു, ഞാൻ പുറത്തു വരും, ഒന്നും സംഭവിക്കില്ല. എന്തിനാ കരയുന്നത്? എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ നിൽക്കും ഒപ്പന് വേണ്ടി. സ്തോത്രം. ഞാൻ വിശ്വസിച്ചു. പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, എത്രയോ വേദനയോട് കടന്നു പോകും ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കുമോ, ഞങ്ങൾക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ടെന്ന്. സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണോ അതാണ് നമ്മൾ. സ്തോത്രം. സ്തോത്രം. ചിലരുണ്ട് നിരാശപ്പെടും, നിരാശയുടെ വാക്കുകൾ പറയും, പിറുപിറുക്കും, നെഗറ്റീവ് പറയും. അതല്ല, അതെന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, ഭരണകരമായ ഉഴുതായവർ വരും. പക്ഷെ ഒന്നുകൊണ്ട് അപ്പനെ മുറുകെ പിടിക്കാൻ പ്രത്യാശയുടെ വാക്കുകൾ പറയില്ല. എനിക്ക് വളരെ സന്തോഷമുള്ളത് കേട്ടപ്പോൾ. ഞാനിവിടെ പിന്നീട് വന്നു കഴിഞ്ഞാൽ അനേകരെന്നെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണ്. പ്രത്യാശ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ വന്നു. അതുകൊണ്ട് ദൈവമക്കളെ, എപ്പോഴും പ്രത്യാശയുടെ വാക്കുകൾ പറയാം. ആശ്വാസം സൃഷ്ടിക്കുന്നു. ട്രീറ്റ്മെന്റിന് വേണ്ടി സെയിന്റ് ജോൺസ് എന്ന വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ദൈവമക്കളെ, എന്നെ കടത്തി വിട്ടത് വളരെ വേദനകരമായ പ്രൊസീജിയറിലൂടെയാണ്. സ്വന്തം അവര് അവിടെ ആംബുലൻസ് കയറ്റി നോക്കുന്നുണ്ട്. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ അടുത്ത ദിവസം അൺകോൺഷ്യസ് ആയിരുന്നു. പറഞ്ഞത് ഓർക്കുന്നുണ്ട്, 85% ഒക്കെ പോലുള്ള വ്യക്തിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ അവരിങ്ങനെ പറയാൻ ഇടവന്നു. പിന്നീട് സഹോദരിക്ക് ഇടപെട്ടു, അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഇടവന്നു. അതിനുശേഷം പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ അനസ്തേഷ്യ പോലും തരാതെ ഈ പച്ച മാംസത്തിൽ നിന്ന് ഈ കരിഞ്ഞു പോയ സ്കിന്നുകൾ മൊത്തമായിട്ട് അവർ വലിച്ചു കീറുവാനും ഉരച്ചു കളയുവാനും ഇടവന്നു. ഒരേ സമയത്താണ്, ഒരു കൈ ചെയ്തിട്ടല്ല അടുത്ത കൈ, എല്ലാം ഒരുമിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. വേദനയുടെ പീക്കിലെത്തിയിട്ട് ബോധം കെടുവാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോഴും എന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കുണ്ട്, ഐ ലവ് യു ജീസസ് എന്ന്. ഓരോ വേദനയുടെ കടഞ്ഞു വിടുമ്പോൾ ഞാൻ ഉറക്കെ പറ, ഐ ലവ് യു ജീസസ് എന്ന് പറയുവാ. ദൈവം എന്നെ സഹായിച്ചു, എന്നെ ബലപ്പെടുത്തി. ഞാൻ സ്തുതിക്കുന്നു. നെഗറ്റീവ് പറഞ്ഞില്ല, അപ്പാന്റെ ദൈവം എടുക്കെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ട്, ഐ ലവ് യു ജീസസ്. അതേ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്കിൻ ഗ്രാഫ്റ്റിലൂടെ കടത്തി വിട്ടു. പിന്നീട് ഓരോ ദിവസങ്ങളും, ഞാൻ ചുരുക്കി പറയാം, ഓരോ ദിവസവും ഡ്രസ്സിങ് ഇത് വിളിച്ചെടുക്കും. പിന്നെയും മൊത്തമായിട്ട് പിന്നെയും അത് ഡ്രസ് ചെയ്യും. ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള രീതിയിലൂടെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഒരു ദിവസം വന്നിട്ട് ഡോക്ടർ വന്നു. എന്റെ ഈ ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റിന്റെ സമയത്ത് ഈ സ്റ്റേപ്ലർ പിന്നുകൾ നമ്മുടെ ശരീരത്തിലൂടെ അവർ ഘടിപ്പിക്കും. ഒരു സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത സ്കിന്നിന്റെ കൂടെ ആ സമയത്ത് അവർ 200-ലധികം സ്റ്റേപ്ലർ പിന്നുകൾ ശരീരത്തിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം വന്ന ഡോക്ടർ പറഞ്ഞു അതെല്ലാം റിമൂവ് ചെയ്യണമെന്ന്. ഞാൻ പലരോടും ചോദിച്ചു വേദന ഉണ്ടാവോ എന്നൊക്കെ, പക്ഷെ ആരൊന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു ഭയങ്കര വേദന റിമൂവ് ചെയ്യുമ്പോ വേദനിക്കുമെന്ന്. ഞാൻ അപ്പനോട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. യോബിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. യോബിന്റെ ജീവിതത്തിൽ ഞാൻ ആ കഠിനമായ വേദന അനുവദിച്ചതാണ്. അപ്രകാരം എന്റെ ജീവിതത്തിൽ വേദന അനുവദിച്ചതാണെന്ന് അപ്പം പറയാനുള്ള. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പം തന്നെ എന്നെ ബലപ്പെടുത്തും, സഹിക്കുവാൾക്ക് തരുമെന്ന്. സ്വന്തം നെക്സ്റ്റ് ഡേ വന്ന് ഒരേ സമയം 4 സൈഡിൽ നിന്ന് എന്റെ ശരീരത്തിലെ സ്റ്റേപ്ലർ മൊത്തമായിട്ട് അവരാളിൽ വലിച്ചെടുക്കുവാൻ ഇടവന്നപ്പോൾ ചോര വാർന്ന് ഒഴുകുവാൻ ഇടവന്നു. സ്വന്തപ്പോൾ ഞാൻ ഐ ലവ് യു ജീസസ് എന്ന് പറയുവാതെ
പോലെ ചോര ഇങ്ങനെ വിളിച്ച് നിങ്ങളൊന്ന് ഓർത്തു പിന്നെ ഘടിപ്പിച്ച പേപ്പറിൽ നിന്ന് അത് വലിച്ചെടുക്കുമ്പോഴുള്ള വേദന ഒന്ന് ചിന്തിച്ചു നോക്കി. അതും ഹാലലിയ പൊള്ളിയ ഒരു ശരീരത്തിൽ നിന്ന് ഹാലലിയ ഭയങ്കരമായ ഒരു വേദനയുടെ കടത്തിയിട്ട നിമിഷങ്ങളായിരുന്നു. എന്നിരുന്നാലും അപ്പനെ സ്തുതിക്കുവാൻ അവിടെ നിന്ന് ഓരോ എന്നെ അപ്പനെ സഹായിച്ചു. ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹാലലൂയ സ്തോത്രം. ഹാലലിയ സ്തുതിന്റെ തൊട്ടടുത്തുള്ള വാർഡുകളിലെല്ലാം ഹാലലിയ പലരുടെയും കൈ മുറിച്ചു, ഷോൾഡർ കട്ട് ചെയ്തു എന്നൊക്കെ കേൾക്കാൻ വന്നു. പക്ഷെ എന്നിരുന്നാലും ഹാലലിയ സ്തോത്രം ദൈവമക്കളെ എന്റെ ഈ വിരലൊക്കെ ഒറ്റ വിരൽ പോലെയായിരുന്നു ഹാലലിയ രണ്ട് കൈകളൊക്കെ. പക്ഷേ ഹാലലിയ സ്തോത്രം കട്ട് ചെയ്യേണ്ടി കഴിയുന്നത് വിചാരിച്ചിടത്ത് ഒന്നും കട്ട് ചെയ്യാൻ എന്റെ അപ്പൻ അനുവദിച്ചില്ല. ഹാലലിയ സ്തോത്രം സ്തോത്രം എല്ലാം അതുപോലെ തന്നെ ആക്കി തീർത്തു. അതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹാലലൂയ സ്തോത്രം. അത്ഭുതമായ ഒരിക്കൽ കൂടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തൊട്ടടുത്തുള്ള ഒരു യൗവനക്കാരനെ കേട്ടതാണ് ഈ പ്രൊസീജറിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അത് ആത്മഹത്യക്ക് തുല്യതായിട്ട് സിസ്റ്റേഴ്സ് കാവൽ നിൽക്കുന്നതായിട്ട് ഹാലലിയ സ്തോത്രം ഇത്രത്തോളം വേദനയോടെ കിടത്തി വിട്ടപ്പോഴും ഹാലലിയ നെഗറ്റീവ് പറയാതെ അപ്പനെ സ്തുതിക്കുവാൻ ഐ ലവ് യു ജീസസ് എന്ന് പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ പ്രതികൂലങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, രോഗാസം വരും. അപ്പോൾ ഹാലലിയ നിരാശയുടെ വാക്ക് പറയണ്ടേ, അയ്യോ ഒപ്പനെ ഹാലലിയ നെഗറ്റീവ് പറഞ്ഞ് വേദനിപ്പിക്കരുത്. ഹാലലിയ സ്തോത്രം. കാരണം ഒന്നുണ്ട് ദൈവമക്കളെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹാലലിയ സഹിക്കണം. കാരണം അത് നമ്മുടെ ഒരു പരീക്ഷയാണ്, ഒരു ട്രെയിനിങ് ആണ്. പരീക്ഷ നടക്കുമ്പോൾ കൊള്ളാകുന്നത് തെളിഞ്ഞ ശേഷമാണ്. അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മുമ്പ് തന്നെ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുകയും പാലക്കാട് നിന്ന് ആലപ്പട്ടണത്തിലോട്ട് കടന്നു പോകാൻ ഇവിടെ ഇടവന്നു. പിന്നീട് 11 മാസം ഞാൻ പാലക്കാടായിരുന്നു. പക്ഷെ അപ്പോഴും എന്റെ കാല് 3rd degree ബേൺ ആയതുകൊണ്ട് കാലിൽ കിടന്ന് ചെരുപ്പ് കത്തി കഴിഞ്ഞ അവസ്ഥയായിട്ട് വല്ലാത്തൊരവസ്ഥയാണ് എന്റെ കാലിൻ്റെത്. ആ സമയത്ത് കാല് മാത്രം എനിക്ക് നിൽക്കുവാൻ പറ്റാത്തൊരവസ്ഥ. അത് കീഴോട് പൊങ്ങിയത് കൊണ്ട് എനിക്ക് നിൽക്കുവാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലൂടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടി തന്നെയായിരുന്നു. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ യേശുപ്പച്ചൻ കാണിച്ചൊരു കാര്യമുണ്ട്. പത്രോസ് യേശുപ്പച്ചനെ കണ്ടിട്ട് കടലിലൂടെ നടന്നൊരു സംഭവം. അതൊരു ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ശരിക്കും നീന്തിയിട്ടല്ലേ നമ്മൾ മാനസികമായിട്ട് അപ്പുറത്തെത്താൻ ശ്രമിക്കുക. പക്ഷെ കടലിലൂടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാത്ത ആ കാര്യമാണ് കടലിലൂടെ നടക്കുവെന്ന്. നാച്ചുറൽ ഫിനോമിനോളും ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ് സ്വന്തം ഈ കടലിലൂടെ നടക്കുക എന്നുള്ള സംഭവം. എന്നാൽ അവിടെ കാണിക്കുന്ന പത്രോസ് കടലിലൂടെ നടന്നതുപോലെ അത്ഭുതം നടക്കുമെന്ന് ദൈവാത്മാവ് അറിയിക്കുവാൻ ഇടവന്ന്. അത് മാത്രമല്ല പിന്നീട് കാണിച്ചത് യേശുപ്പച്ചന്റെ കൂടെ പടകിൽ ഒരു യാത്രയുണ്ടെന്ന്. അപ്പോൾ വിശ്വസിച്ചു. ദൈവമക്കളെ ഇങ്ങനെ പ്രതികൂല ഉറക്കമില്ലാത്ത രാത്രികളും എല്ലാം കടന്നുപോയെങ്കിലും അത്ഭുതമെന്ന് പറയട്ടെ. സ്വന്തം വിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇച്ചാനും മോനും കൂടെ എന്നെ വിളിക്കുവാൻ വന്ന് 11 മാസം കഴിഞ്ഞിട്ട് അവിടെ വന്നപ്പോൾ അവിടെയുള്ള സ്വന്തം സനോജ് ഭാസ്കറും അതുപോലെ തന്നെ എന്റെ ബ്രദർ ലിജോയും കൂടെ വലിയൊരു ഓപ്പൺ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. രാത്രി അനേകരെ വിളിച്ചുകൊണ്ട് എനിക്ക് ഓർക്കണം, എനിക്ക് ആ സമയത്ത് ഒന്ന് കീഴോടായതുകൊണ്ട് ഉറച്ചു നിൽക്കുവാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കാലിങ്ങനെ അടുക്കിക്കൊണ്ടേയിരിക്കണം, വല്ലാത്തൊരു അവസ്ഥയായിരുന്ന സമയമാണ്. എന്നിരുന്നാലും ദേവദാസൻ ടെസ്റ്റിമണിക്ക് വിളിച്ചപ്പോൾ ദൈവമക്കളെ അന്ന് ഞാൻ 1/2 മണിക്കൂർ ഒറ്റ നിൽപ്പ് നിന്നുകൊണ്ട് ടെസ്റ്റിമണി പറയുവാനും ജാതികളുടെ മുമ്പിൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുന്നു. അത്ഭുതമായിട്ട് നിൽക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അപ്പന്റെ കൂടെ ഒരു പടകിൽ ഒരു യാത്രയുണ്ടാതെ യാത്രയിലായിരിക്കുന്നു. മക്കളെ ജീവിതത്തിൽ വരും. ബൈബിൾ വായിക്കുന്ന പോലെ ഒത്തേറ്റിന്റെ ജീവിതം പോലെ ദർശനമുള്ളവരെ തകർക്കുവാൻ എന്തൊക്കെ വന്നു. തകർക്കാൻ പറ്റിയോ? പൗലോസിനെ നോക്കിയോ? എന്തൊക്കെ അവസ്ഥയിലൂടെ കടത്തി വിട്ടു. സംസാരത്തിൽ നല്ല അതെ ദർശനമുള്ളതുകൊണ്ട് നേരെ മോഹൻലാലിന്റെ കഥ തീരുമ്പോഴും ദ്വീപിൽ വെച്ച് പലരുടെയും കഥ കഴിച്ചപ്പോഴും ആത്തിരമുള്ള തിരമാലകളും വരുത്താൻ നോക്കുന്ന ജന്തുക്കളും അതുപോലെ കഴുകന്മാരുമുള്ള ഒറ്റപ്പെടുന്ന ഏകാന്തര വാസനയിൽ വെച്ച് ഒരു പുതിയ ചരിത്രം കുറിക്കുവാൻ യോഹന്നാനെ ദൈവം
സുവിശേഷ വിരോധികൾ 3 മാസം എനിക്ക് സമയം വിട്ടപ്പോൾ ദൈവമക്കളെ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നു, 40-ലധികം യഹൂദന്മാർ പൗലോസ് മരിക്കാതെ സ്വന്തം എന്ത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഒരു ശബ്ദം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കിയിരിക്കുകയാണ്. അപ്രകാരം എന്റെ മരണം കാത്തിരുന്ന അനേകരുണ്ട്. എന്നിരുന്നാലും ഇന്നും സാക്ഷ്യമായി ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കുവാൻ ദൈവത്തെ സ്വന്തം ചെയ്യുകയാണ്. ചൂട് നിമിത്തം പൗലോസിന്റെ കൈകൾ പറ്റിയപ്പോൾ ബർബരന്മാർ നോക്കിയിരുന്നത് പോലെ ചത്തു വീഴും നോക്കി. പിന്നീട് അവർ പറയുന്നല്ല, ഇവനൊരു ദൈവദാസൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്രകാരം അനേകർ നോക്കിയിരുന്നു. തീർന്നു, ഇവളെ എഴുന്നേൽക്കില്ല. കഥ കഴിഞ്ഞെന്ന് പറയുമ്പോൾ അപ്പ പറഞ്ഞില്ല, ഭക്തത്വമുള്ളവൻ ജീവിക്കുമെന്ന്. ഭക്ഷണമുള്ളവനെ ആർക്കും തകർക്കാൻ സാധിക്കില്ല. സ്വന്തം വചനത്തിന്റെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, യോബിന്റെ ക്ഷമയെ ഓർത്തുകൊള്ളുക. യേശുവിന്റെ പരീക്ഷണത്തിൽ പോയി യോബിനെ വായിക്കുന്നു. സ്നേഹത്തിന്റെ പരീക്ഷണം കൊണ്ട് ദൈവമക്കളെ പത്രോസ് സ്നേഹത്തിന്റെ പരീക്ഷയിലൂടെ കടന്നുപോയി നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പരീക്ഷയിലൂടെ കടന്നുപോയി അബ്രഹാമിനെ നമുക്കറിയാം. അതുപോലെ സഹിഷ്ണുതയുടെ പരീക്ഷണത്തിൽ കടന്നുപോയി നമുക്ക് പറയാൻ പറ്റുന്ന പൗലോസാണ്. ഇങ്ങനെ വിവിധ പരീക്ഷകൾ വചനത്തിൽ വായിക്കുമ്പോൾ പലരും ജയാലിയെ പുറത്തിടുമ്പോൾ ആദം ഹവ്വയും അവിടെ പരീക്ഷയെ തോൽവിയായി ഉപയോഗിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് വന്നു. നമുക്കൊന്നും അറിയണം, ആ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ഒക്കത്തപ്പെടുന്നതിനെ പരീക്ഷകൾ വരും, പ്രതികൂലങ്ങൾ കടന്നു വരും. സ്വന്തം പക്ഷേ ജയാലിയെ പുറത്തു വരണം. പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായി മതവർ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കേണ്ടത്. നമുക്കൊരു ജീവിതമുണ്ട്, എറ്റേണിറ്റിയാണ്. അത് മാത്രമാണ് നമ്മുടെ സ്വപ്നം. അതാകട്ടെ നമ്മുടെ ദർശനം. അതെ, സ്വന്തം സമയം അതിങ്ങനെ കർത്താവിന്റെ വചനം ഏറ്റവും അടുത്തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്പനെ സ്വീകരിച്ചിതാവാൻ സ്വീകരിക്കാത്ത ആരെങ്കിലും പറയാനുള്ളൂ. പറയുന്ന കാര്യങ്ങൾ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യാന്വേഷികളെ ഇതാണ് സത്യം. സ്വന്തം യഥാർത്ഥ വഴി അന്വേഷിക്കുന്നവരെ അതെ അപ്പനാണ് വഴി. സ്വന്തം അധികം സമയമില്ല. ബി സീരിയസ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഹെവനിൽ പോകുന്നോ. സ്വന്തം വലിയ ചർച്ചിന്റെ മെമ്പർഷിപ്പായി നമ്മൾ പോകുമോ ഹെവനിലോ? നമ്മൾ ഒത്തിരി കാര്യം നല്ല ചെയ്താൽ പോകുമോ ഹെവനിലോ? സ്വന്തം സ്നാനപ്പെടുക. ബൈബിൾ വചനപ്രകാരം പറഞ്ഞ സ്നാനപ്പെടുക, അതാണ് യഥാർത്ഥ സ്നാനം. അപ്പം കാണിച്ച മാതൃകാ സ്നാനം. സമയമില്ല. സ്വന്തം അനുമതി ആ ഡൗട്ടുകളുമായിട്ട് പല തർക്ക വിഷയവുമായി നിൽക്കുന്ന അനേകം കാണുന്നുണ്ട്. അവരും ചിന്തിക്കുക. ബൈബിൾ വായിക്കുക, ഞങ്ങളെ കേൾക്കേണ്ട ബൈബിൾ വായിക്കുക, സത്യം അന്വേഷിക്കുക, സത്യം കണ്ടെത്തുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം. അധികം സമയമില്ല, നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഞാൻ പറയട്ടെ, തീയുടെ വേദന ഒത്തിരി ഭയാനകമാണെങ്കിൽ കെടാത്ത നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര ഭയാജനകമാണ്. വിശ്വാസികളെ പലരും ചിന്തിക്കാതെ സ്ഥാനപ്പെട്ടു വന്ന രീതി പല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആത്മീയത കച്ചവടത്തിരിക്കുമ്പോൾ, സ്നേഹിച്ചപ്പത്തിന്റെ പേര് പറഞ്ഞ് പലതും ചെയ്യുമ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട്. എന്ന് പറയട്ടെ, നിത്യതയാകട്ടെ നമ്മുടെ ദർശനം. ലോകത്ത് പ്ലീസ് ചെയ്തിട്ട് ഒന്നും നേടാനില്ല. നമ്മൾ പലതും ചെയ്തു കൂട്ടി നമ്മൾ ചിന്തിക്കുന്ന ഒന്നും ചെയ്തു കൂട്ടിയിട്ടില്ല. അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിലും വീരഭൂതികൾ വെച്ചു, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതുകൊണ്ട് അപ്പനെ അറിയുന്ന ജീവിതം നയിക്ക്, അപ്പൻ അറിയുന്ന സുവിശേഷങ്ങളെ ചെയ്യും. അപ്പനെ അറിയുന്നവരെ ഈ തീരെ വേദന അറിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്. സ്വന്തം തീയിലേക്ക് പെട്ടുപോകരുത് ആരും. അനേകരെ ഞാനിപ്പോൾ സ്വന്തം അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷിച്ചു. അതുപോലെ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അനേകരെ നരകാട്ടിയിൽ നിന്ന് വിളിച്ചത്. അതിലേക്ക് പെട്ടുപോകാതെ രക്ഷിക്കുന്നത് മാത്രമാണ് എന്റെ കുടുംബത്തിന്റെയും ലക്ഷ്യം.
സ്വന്തം. അതുകൊണ്ട് ദൈവം ഹാലലൂയ കേൾക്കുന്ന എല്ലാവരോടും കൂടി പറയുന്നു. ഹാലലൂയ സ്വന്തം. യേശുക്രിസ്തുവിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാലലൂയ സ്വന്തം യേശുക്രിസ്തുവിനെ അറിയിക്കാം. ഹാലലൂയ യേശുക്രിസ്തുവിനെ ഹാലലൂയ പിതാവായി സ്വീകരിക്കുക. ഹാലലൂയ സത്യം അന്വേഷിക്കുന്നവരെ സത്യം വചനത്തിലൂടെ കണ്ടെത്തുക. ഹാലലൂയ നിങ്ങളോട് ഇടപെടും സംസാരിക്കും. ഹാലലൂയ സ്വന്തം. അതുപോലെ തന്നെ ഹാലലൂയ സ്വന്തം ഈ ആത്മീയയുടെ പേരിൽ പലതും കാട്ടിക്കൂട്ടുമ്പോൾ ചിന്തിക്കുക. ഹാലലൂയ ദൈവം നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ ആകരുത്. ഹാലലൂയ അപ്പൻ അറിയുന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യുക. ഹാലലൂയ സ്വന്തം എന്ത് കാര്യമാണ് ജീവിതമാണെന്ന് അപ്പൻ അറിയുന്ന രീതിയിലാകട്ടെ. അപ്പന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുക. അതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ജീവിക്കട്ടെ. ഹാലലൂയ ദൈവഹിതമില്ലാത്ത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇപ്പോൾ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. ഹാലലൂയ പലതും നാമമാത്രമായി ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പലതും ഹാലലൂയ വചനത്തിലുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കാതെ പലതും ചെയ്യുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. അപ്പം വേദനിക്കുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹാലലൂയ സ്വത്വം. ഹാലലൂയ സ്വത്വം. എന്റെ കുഞ്ഞുങ്ങളെ പ്രസാദിക്കുക എന്നത് പല പാരന്റ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഹാലലൂയ സ്വത്വം. നമ്മൾ ചിന്തിക്കണം. വചനത്തിൽ എന്ത് ചെയ്യുമ്പോഴും അപ്പനോട് ചോദിക്കുക. വചനത്തിനുള്ളതാണോ, വചന പ്രകാരമാണോ ഞാൻ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. ഹാലലൂയ സ്വത്വം. എല്ലാം വചനാനുഷ്ഠാനത്തിലാവട്ടെ. ദൈവം ഹാലലൂയ നിങ്ങളെ ഏവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമേ ഉള്ളൂ. ഹാലലൂയ സ്വത്വം. ഹാലലൂയ യേശുക്രിസ്തു അറിയുന്നവരായി ചിന്തിക്കുക. ഹാലലൂയ സ്വത്വം. കാരണം സമയം കണ്ടെത്തിയിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുപ്പിക്കുന്ന സമയമാണ്. ഹാലലൂയ സ്വത്വം. ഹാലലൂയ സ്വത്വം. നമ്മള് ഹാലലൂയ ഈ ജീവിതത്തിൽ ഒറ്റൊരു ജീവിതമേ ഉള്ളൂ. ഹാലലൂയ സത്യത്തിലേക്ക് പോകുന്ന വാതിൽ വെടിപ്പും വഴി വെടിപ്പുള്ളത് അത് കണ്ടെത്തുന്നത് ചുരുക്കം പേര് പോകുന്നു. ചുരുക്കം പേര്. ഹാലലൂയ സ്വത്വം. അത് ആ ചുരുക്കം പേര് എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കാണുന്ന എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഹാലലൂയ സ്വത്വം. ഒത്തിരി ഓദ്യമുണ്ട്. ഹാലലൂയ സ്വത്വം. ഒന്നും കാര്യമില്ല. ജീവിതത്തിന്റെ പ്രസാദമുള്ള രീതിയിൽ ഹാലലൂയ സ്വത്വം. ഹാലലൂയ സ്വത്വം. ജീവിതത്തിന്റെ പുതുപ്രകാരം ഓടുവാൻ ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹാലലൂയ സ്വത്വം. ഇന്നേ ഉള്ളൂ. അനേക പ്രശസ്തിയിലോ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലല്ല അറിയുന്നത് ജീവിക്കുന്നതിലാണ് കാര്യം. എന്ത് ഹാലലൂയ പലതും നമ്മൾ ഇന്നത്തെ ഹാലലൂയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഹാലലൂയ നമ്മൾ പലരെയും പോയി ആയിട്ടേക്കുന്നു. ഇന്ന് നമുക്ക് ഹാലലൂയ നമ്മളും അവർക്കൊരു വ്യത്യാസമായിട്ട് വലിയതായിട്ട് ഒന്നുമില്ല. ഹാലലൂയ വചനാനുസരണത്തിൽ എങ്ങനെ ജീവിച്ചു അതൊക്കെ നമ്മൾ മാറി ജീവിച്ചാണ് ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഹാലലൂയ എന്ന് പറയട്ടെ. ഹാലലൂയ നിത്യത ആണ് നമ്മളെയൊക്കെ ലക്ഷ്യമാണ്. നമ്മൾ സഹായപ്പെടുത്തുന്നില്ല. നമ്മൾ നിത്യതയാണ്. നമ്മുടെ യേശുക്രിസ്തുവിനോടുകൂടി നിൽക്കുന്നത് രസിക്കാൻ വേണ്ടിയാണെങ്കിൽ ഹാലലൂയ കേൾക്കുന്നവരെ ഈ ജീവിതമല്ല, ഇന്നൊരു ജീവിതമുണ്ട് അപ്പനോട്. അതുകൊണ്ട് അതിനു വേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ഹാലലൂയ വചനം വായിക്കും ഉറപ്പായും. ഹാലലൂയ ഈ ടെൻഷനായിട്ടുള്ളവരുണ്ട്. ചിലത് വാക്കി വന്നത് ഈ ചെറിയിലും അങ്ങനെ ഇടപെടുന്നുണ്ട്. ഹാലലൂയ ഒരുപാട് ഹാലലൂയ എനിക്കൊരു വലിയ പലതുമുണ്ട്. പറയട്ടെ ഭാഗ്യമുണ്ട്. വചനത്തിലൂടെ വചനം വായിക്കുന്ന ഈ സത്യവേദ പുസ്തകമാണ്. ഈ സത്യബന്ധം സത്യങ്ങളെ നടത്തട്ടെ. വചനത്തെ ഏതൊരു ഹാലലൂയ സഹായിക്കട്ടെ. എനിക്ക് ഇത്രത്തോളം സമയം തന്ന ഹാലലൂയ ദിവസത്തിൽ എല്ലാവർക്കും നാമത്തില് നന്ദി അറിയിക്കുന്നു. ആമേൻ. ദേവദാസിയും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം കേൾപ്പാൻ ഞങ്ങളെയും കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ ദാസി പറഞ്ഞൊരു വാക്കുകളുണ്ട്. തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയതായ അനുഭവം, ഈ ലോകത്തിൽ തീയുടേതായ വേദന അറിഞ്ഞതായ ഒരു ദൈവദാസിയാണ് നമ്മൾ സംസാരിക്കാനിടയായത്. എന്നാൽ നരകത്തിൻ്റെതായ അവസ്ഥ ഇടാത്ത തീയും ചാകാത്ത പൂർവ്വമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതിലേക്ക് കടന്നു പോകുവാനല്ല, സകലരും കർത്താവായ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതാണ് ഞങ്ങളുടെയും ആഗ്രഹം. കർത്താവ് അതിനായി ഇത് സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവദാസി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ദിവാസനമായി
ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ഹല്ലേലൂയ. നിമിഷങ്ങൾക്കായ പാസവും സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അടിരുന്ന ഈ നല്ല കർത്താവെ, ഹല്ലേലൂയ അവസരത്തിനായ പാസവും സ്തുതിക്കുന്നു കർത്താവെ. ഇത്രത്തോളം കർത്താവെ, ഞങ്ങൾ കർത്താവെ ഇതുവരെ കർത്താവും ബലപ്പെടുത്തിയ കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഈ ജോലിയിലെ എല്ലാവരും അതുപോലെ വ്യവസായത്തെ പ്രത്യേകിച്ച് ഹല്ലേലൂയ. അനേകരെടുത്ത് കർത്താവെ ഈ സാക്ഷ്യം എത്തി, അനേകരുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു ചേഞ്ചസ് ഉണ്ടാവണം കർത്താവെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടല്ലപ്പാ. ഹല്ലേലൂയ. കർത്താവെ അപ്പന് നന്നായി അറിയുന്നുണ്ടല്ലപ്പാ. ഹല്ലേലൂയ. കർത്താവെ അനേകർക്ക് എത്തട്ടെ, അനേകർക്ക് ആശ്വാസമായി തീരട്ടെ, അനേക കർത്താവ് ശരിയാക്കി കടന്നു വരട്ടെ അപ്പാ. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കട്ടെ. ഇത് അനേക ലോക രാഷ്ട്രങ്ങളിൽ എത്തട്ടെ അപ്പാ. അനേകരെ ചെയ്യട്ടെ അപ്പാ. ഞങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ, എന്റെ കുടുംബത്തെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ കർത്താവ് എനിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നതായി ശ്രദ്ധിക്കുന്ന കർത്താവെ, ധാരാളമായി കൊടുത്ത മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നത് സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം ഞങ്ങളൊക്കെ ഇതുവരെ ബലപ്പെടുത്തി കർത്താവെ, നെറ്റ്വർക്കിനെ കർത്താവെ ഇന്ന് പുതിയ ആഴ്ച കർത്താവ് സഹായിച്ചു കർത്താവ് ഒത്തിരി മുന്നോട്ട് കർത്താവെ. സഹായിക്കുന്നതിനായി കർത്താവെ എന്റെ കുടുംബത്തിൽ ധാരാളമായി അനുഗ്രഹിക്കുക കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ അപ്പാ. അനേക കർത്താവെ യേശുക്രിസ്തുവിനെ കണ്ടിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്വന്തം കർത്താവ് ആരും കർത്താവെ അറിയത്തില്ല എന്ന് പറയുന്ന രീതി ജീവിതം നയിക്കുവാൻ അനുവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് അറിയുന്ന രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവെ ഈ ജീവിതത്തിലേക്ക് എത്തുവാൻ എല്ലാവരെയും സഹായിക്കുന്നത് ബലപ്പെടുത്തുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹമാനമോർത്ത് സർവീസത്തിന് നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. കർത്താവിദാസി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നൽകി മാറ്റിവെച്ചതിന് എല്ലാ സ്നേഹവും നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. കർത്താവ് ധാരാളം കർത്താവിദാസിയെ അനുഗ്രഹിക്കട്ടെ. ലോങ് ഹെയർ ആയിരുന്നു, ഇത് ഇങ്ങനെ കത്തി പിടിച്ചപ്പേ ഭയങ്കര ഈ മുടിയിലോട്ട് പോയി. ഇങ്ങനെ കത്തിയപ്പം കുറച്ചു നേരം പറയാൻ പറ്റില്ല. അപ്പൊ മുടി കത്തി, പക്ഷെ ഈ മുടി കത്തിയിരിച്ചിരിക്കും ഇങ്ങനെ പിടിച്ച് കയറണ്ടേ, മുടി കത്തി ഇങ്ങനെ പടർന്നു പോകും. പക്ഷെ അപ്പൻ അവിടെ നിർത്തി, മൊത്തം കത്തിയില്ല. പിന്നെ ഇതിന്റെയൊക്കെ കാരണം കൊണ്ട് നമ്മളതൊക്കെ കട്ട് ചെയ്ത് ഫുള്ള് ഇതാക്കി കളഞ്ഞതാ മുടി മൊത്തം. നമുക്ക് പറ്റില്ലല്ലോ കൈയൊക്കെ കൊണ്ടൊന്നും. മുഖം ഭയങ്കര അത് ആ വാക്ക് പറയാൻ മറന്നുപോയി. അത് എല്ലാരും എന്നോട് ചോദിച്ചൊരു കാര്യമായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തു വന്നു. ഒറ്റ സർജറി പോലും ചെയ്യാത്തില്ല, ഭയങ്കര ക്ലിയർ ആയിട്ട് ദൈവം നിൽക്കുന്നു. മുഖത്ത് ഇവിടെയൊക്കെ എന്നെ ഭയങ്കര എന്റെ ഫോട്ടോ കണ്ടാലും എല്ലാവർക്കും പേടിയായിരുന്നു കാണുമ്പോ. ഇവിടെ 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 ഇങ്ങനെ ഒരു, പക്ഷെ അപ്പൊ എല്ലാവരോട് ഏതെങ്കിലും പാസ്റ്റർ വൈഫല്ലേ, പാസ്റ്റർ എന്നോട് ചോദിച്ചു മോളെ പാസ്റ്റർക്ക് സർജറി ചെയ്ത് ഞങ്ങളില്ല. അയ്യോ എങ്ങനെ ഇത് ഭയങ്കര ഒറ്റ പ്ലാസ്റ്റിക് സർജറി ചെയ്തില്ല, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിപ്പോ. എങ്ങനെ അതിൽ കാണുന്നത് എനിക്കറിയില്ല, അതില് ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് എനിക്ക്. പക്ഷെ ദൈവം ബ്രൈറ്റ് ആയിട്ട് നിർത്തുന്നു. അതുകൊണ്ട് വിരലിൽ മാത്രം ഇച്ചിരി ഇതാ സ്കിന്ന് വരാനുണ്ട് ഇച്ചിരി, അത്രേ ഉള്ളൂ. ബാക്കി കൃപയാൽ മൊത്തം വന്നു, എല്ലാം വന്നു, മൊത്തമായിട്ട് ക്ലിയറായി. അങ്ങനെ ഒക്ടോബർ 18 2022 ഇപ്പൊ ഒരു 1 year ആവുന്നു. വിൽ പവർ ആണെന്ന് പറയുന്നു, വിൽ പവർ അല്ല. അതെ അതെ, വിൽ പവർ കൊണ്ടൊന്നും നടക്കത്തില്ലല്ലോ. ശരീരം എങ്ങനെ വിൽ പവർ കൊണ്ട് റെഡിയാകും? പക്ഷെ ദൈവത്തിന്റെ പ്രവർത്തി ശരീരത്തിനകത്ത് നടന്നു. അതെ അതെ. ഓക്കെ ഓക്കെ. കർത്താവിന്റെ ദാസിയും ദൈവം സഹായിക്കും.